ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം സമീപകാലത്ത് ഏറെ രൂക്ഷമാവുകയും ഏറ്റുമുട്ടലുകളിലേക്ക് വരെ നീങ്ങുകയും ചെയ്ത സമയത്ത് പാക് താരത്തിനൊപ്പം കളിച്ച് കുരുക്കിലായിരിക്കുകയാണ് ഇഷാൻ കിഷൻ. ഇംഗ്ലണ്ടിന്റെ കൗണ്ടി ക്രിക്കറ്റിലാണ് ഇഷാനും പാക് ഫാസ്റ്റ് ബൗളറായ മുഹമ്മദ് അബ്ബാസും ഒരേ ടീമിനായി കളിച്ചത്. ഈ മത്സരങ്ങളിൽ അബ്ബാസിന്റെ ബോളിൽ ക്യാച്ച് എടുത്ത ശേഷം ഇഷാൻ ആഹ്ലാദ പ്രകടനം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇഷാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷാനെ ഇന്ത്യ വിലക്കണമെന്നും ചിലർ ആഞ്ഞടിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെഡ് ബോൾ ടൂർണമെന്റായ കൗണ്ടി ചാമ്പ്യൻഷിപ്പിൽ ഇതാദ്യമായാണ് ഇഷാൻ കിഷൻ കളിക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കും തിരിച്ചു വരികയെന്ന ലക്ഷ്യമാണ് കൗണ്ടിയിൽ കളിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ആഴ്ചയ്ക്ക് മുമ്പ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര കളിക്കാനെത്തിയ ഇന്ത്യ എ ടീമിൽ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ട് ലയൺസുമായുള്ള 2 അനൗദ്യോഗിക മത്സരങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം കൗണ്ടി ടീമായ നോട്ടിംഗ്ഹാംഷെയറുമായുള്ള കരാർ ഒപ്പിടുകയും ചെയ്തിരുന്നു. സീസണിൽ 2 മത്സരങ്ങളിലാണ് അവർക്ക് വേണ്ടി താരം കളിക്കുക. ട്രെന്റ് ബ്രിഡ്ജിൽ യോർക്ക്ഷയറുമായുള്ള മത്സരങ്ങളിലൂടെ അരങ്ങേറിയ ഇഷാൻ കന്നി ഇന്നിംഗ്സിൽ തന്നെ 50യുമായി കസറുകയായിരുന്നു ചെയ്തത്. സ്വതസിദ്ധമായ അഗ്രസീവ് ശൈലിയിൽ ബാറ്റ് ചെയ്ത അദ്ദേഹം 87 റൺസ് എടുത്താണ് പുറത്തായത്. വെറും 98 ബൗളുകളാണുള്ളത്. 12 ഫോറുകളും ഒരു സിക്സറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൗണ്ടി ക്രിക്കറ്റിൽ കിടിലൻ 50കളുമായി അരങ്ങേറിയ അതേ മത്സരത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് അബ്ബാസിനൊപ്പമുള്ള ആഘോഷ പ്രകടനത്തിന്റെ പേരിൽ ഇഷാൻ കിഷൻ കുരുക്കിലായത്. ദീർഘകാലമായ കൗണ്ടിൽ ഹംഷെയറിനായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അബ്ബാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കീപ്പർ കൂടിയായ ഇഷാനൊപ്പം സീസണിൽ ഡ്രസ്സിംഗ് റൂം പങ്കിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും അതിന് സമ്മതം മൂളിയാണ് അബ്ബാസ് നോട്ടിംഗ് ഹാംഷെയറിലേക്കും കൂടുമാറിയിരിക്കുന്നത്. 3 ഫോർമാറ്റുകളിലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിലേക്കും തിരിച്ചു വരികയെന്ന ലക്ഷ്യമായാണ് അദ്ദേഹം കൗണ്ടിൽ ഭാഗ്യപരീക്ഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യോർക്ക്ഷയർ ഓപ്പണറായ ആദം ലിത്തിനെ ഗോൾഡൻ ഡക്കായി പുറത്താക്കിയ ശേഷമുള്ള അബ്ബാസിന്റെയും ഇഷാന്റെയും ആഹ്ലാദ പ്രകടനത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. നോട്ടിംഗ്ഹാംഷെയർ 1ാം ഇന്നിംഗ്സിൽ 487 റൺസ് എന്ന വലിയ ടോട്ടലാണ് പടുത്തുയർത്തിയിരിക്കുന്നത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ യോർക്ക്ഷയറിന്റെ ആദ്യ വിക്കറ്റ് അബ്ബാസ് തുടക്കത്തിൽ തന്നെ വീഴ്ത്തുകയാണ് ചെയ്തത്. റൺദി വിക്കറ്ററായി ഒരു ലെങ്ത് ബോൾ ആണ് പാക് പേസർ പരീക്ഷിച്ചത്. ക്രീസിലുള്ള ആദം ലിത്തിന്റെ ബാറ്റിൽ എഡ്ജായ ബോൾക്ക് നേരെ ഇഷാന്റെ കൈകൾ ഉയർത്തുകയും ചെയ്തു. തുടർന്നായിരുന്നു ടീം അംഗങ്ങൾക്കൊപ്പം ഇരുവരും ആഹ്ലാദ പ്രകടനം നടത്തിയത്. ചരിത്രത്തിൽ ഇത് 7ാം തവണ മാത്രമാണ് കൗണ്ടി ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾ ഒരേ ടീമിനായി കളിക്കുന്നത്. 1970-ൽ ബിഷൻ സിംഗ് ബേദിയും പാക് താരങ്ങളായ മുഷ്താഫ് മുഹമ്മദും സർഫറാസ് നവാസുമാണ് ആദ്യമായി ഒരേ ടീമിൽ കളിച്ചിട്ടുള്ളത്. അവസാനമായി 2022-ൽ ചേതേശ്വർ പുജാരയും മുഹമ്മദ് റിസ്വാനും ഒരേ ടീമിൽ ഭാഗമായിരിക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ ഫാസ്റ്റ് ബൗളർ മുഹമ്മദ് അബ്ബാസിനൊപ്പം ഒരേ ടീമിൽ കളിക്കുന്നതിനോടൊപ്പം ഒരുമിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുകയും ചെയ്ത ഇന്ത്യൻ ആരാധകർക്ക് രസിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവുമായി അവർ രംഗത്തിറങ്ങുകയും ചെയ്തു. ഇഷാൻ കിഷനെ ഇന്ത്യ വിലക്കണം, അതേപോലെ തന്നെ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് ഇന്ത്യ ഇത്രയും ശക്തമായൊരു നിലപാടെടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇഷാന്റെ പ്രവൃത്തി അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ആരാധകർ കുറിക്കുന്നുണ്ട്. ഇഷാൻ കിഷനെ ഇന്ത്യൻ ആരാധകർ ബഹിഷ്കരിക്കണം എന്നും പറയുന്നുണ്ട്.